ഹായ് ഫ്രണ്ട്സ്, 13.5 ലക്ഷം രൂപയ്ക്ക് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ ഗൂഡലായിക്കുന്നിന്റെ മേലെ 900 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോടി. പുതിയ വീടാണ്, വാർപ്പൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുള്ളൂ. കാരണം അവർക്ക് ബാക്കി പണി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 8 സെന്റ് സ്ഥലമുണ്ട്, 900 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. ഇതാണ് വീടിന്റെ ഫ്രണ്ടിലുള്ള സ്ഥലം. ഇത്രയും ഭാഗം ഇവിടെ മിറ്റായിട്ടുണ്ട്. പിന്നെ ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. നമ്മൾ വന്നു കയറുന്നത് ഒരു സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം മോശമില്ലാത്തൊരു ഹാള് ഉണ്ട്. ഇത് വാർപ്പോ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ പണി തീർന്നിട്ടില്ല വീടിൻ്റെ. ഇവിടെ ഒരു വാഷ് ബേസിനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ ഇതൊരു ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാത്റൂമിനുള്ള സൗകര്യം കൂടിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതുപോലെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇവിടെ മുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇതാണ് കിച്ചനായിട്ട് വരുന്ന ഭാഗം. പണിയൊക്കെ നല്ല വൃത്തിയുള്ള പണിയൊക്കെ തന്നെയാണ്. നമ്മൾ അടുക്കള വശത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം വീതിയിൽ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളും അതുപോലെ പാസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗം നമ്മളൊരു വാഹനമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, ഇതിലിപ്പോൾ ഒരു വാഹനമൊക്കെ നിർത്തിയിടേണ്ട ആവശ്യമാണെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഫില്ലർ കൊടുത്തിട്ട് ഈ റോഡിൻ്റെ ലെവലിലേക്ക് ഒരു സ്ലാബ് ഇങ്ങനെ വാർത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ വരുന്ന വാഹനം നേരെ ഇതിൻ്റെ മുകളിലേക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഇച്ചിരി ചെരിഞ്ഞ സ്ഥലമാണ് ബേക്ക് വശം. ഇവർ ഫില്ലർ കൊടുത്തിട്ട് സെല്ലാറാക്കിയിട്ട് ഇത് പൊന്തിച്ചാണ് വാർത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിവശം കണ്ടാൽ അറിയാം. അടിയിൽ ഫില്ലർ കൊടുത്തിട്ടാണ് ഇത്. അത്യാവശ്യം നല്ല ഫില്ലറൊക്കെ കൊടുത്തിട്ട്, നല്ല വീതിയുള്ള കേട്ടോ, നല്ല വീതിയുള്ള ഫില്ലറൊക്കെ കൊടുത്തിട്ട് ഇത് പൊന്തിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്ന വീട്. ബേക്കിലൊക്കെ സൺഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചുറ്റുവശങ്ങളിലൊക്കെ നല്ല ഇഷ്ടംപോലെ വീടുകളുള്ളൊരു പ്രദേശം കേട്ടോ. നല്ല വീടുകളൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അടുക്കളയിൽ നിന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നല്ലൊരു സ്റ്റോറേജ്, ഒരു ബാത്റൂമിനാണ് അവർ സ്ഥലം ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് എടുക്കുന്ന പാർട്ടിക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് കേട്ടോ ആ വീടിൻ്റെ അടിവശം കാണുന്നത്. കരിങ്കല്ലൊക്കെ കെട്ടി, ബീമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും കരിങ്കല്ലൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് അവർ. സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ വീടിൻ്റെ താഴെ ഈ സ്ഥലത്തിനോട് ചേർന്ന് ഒരു അലക്കി കുളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സൗകര്യം കൂടി ഉണ്ട്. ഇതുണ്ടോ, ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇവിടെ എല്ലാവരും അലക്കും കുളിക്കാനൊക്കെ ഇവിടെയാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളിട്ടോ. ആ വീട്ടിലേക്ക് വരുന്ന റോഡ്, ആ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് വീട്. പുതിയ വീടാണ്, പണി തീർന്നിട്ടില്ല. നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വീടിൻ്റെ ഒരു കാഴ്ച കേട്ടോ. മറ്റേ വുമൻസ് ഹോസ്റ്റൽ ഒക്കെ ഇവിടെയാണ് ഉള്ളത് കേട്ടോ. അതിന് തൊട്ട് മുകളിൽ നമ്മുടെ മയിലാടിപ്പാറ ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താട്ടോ ഈ വീടുള്ളത്. അവിടുന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെ ഈ വീട് കാണാം. അത്ര അടുത്തായിട്ടാണ് ഇതുള്ളത്. ഇത് കൽപ്പറ്റ ബൈപ്പാസിൽ നിന്ന് ഗൂഡലായിക്കുന്നിലേക്ക് തിരിയുന്ന ജംഗ്ഷൻ ഇതാണ് കേട്ടോ.